അഖിൽ, ഇപ്പോൾ നന്ദഗോപാൽ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഒരു കൊലപാതകം നടത്തിയതിനു ശേഷം, നേരത്തെ നടത്തിയ കൊലപാതകത്തിന് ശേഷം ഇയാൾ കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ രാത്രിയിൽ യാതൊരു വഴിയുമില്ല, പോലീസും നാട്ടുകാരും വളഞ്ഞു എന്ന ഒരു സാഹചര്യത്തിൽ എത്തിയപ്പോൾ ഇയാൾ സ്വമേധയാ കീഴടങ്ങിയെന്നാണോ നമുക്ക് മനസ്സിലാകുന്നത്? എന്താണ്, എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? ഈ മാടായി ഭാഗത്തു നിന്നാണ് പ്രതി നിലവിൽ എന്തായാലും പിടികൂടിയിരിക്കുന്നത്. അതായത് ഈ കൃത്യമായി തന്നെ ഒരു പ്ലാനിങ്, അതായത് ഈ പ്രതി ഇതിനകത്തുണ്ട് എന്ന്, അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പ്രതി ഇവിടെ കേന്ദ്രീകരിച്ചായിരുന്നു. പക്ഷേ ഈ മാടായി ഭാഗത്ത് പ്രതി ഉണ്ട് എന്ന് മനസ്സിലായതിന് പിന്നാലെ തന്നെ ചുറ്റുപാടും വളഞ്ഞുകൊണ്ട് കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെ ഈ പ്രതിയുള്ള ഭാഗത്തേക്ക് ചുറ്റുപാടും വളഞ്ഞുകൊണ്ടാണ് പോലീസ് നീങ്ങിയത്. അതായത് 4 വശത്തു നിന്നും ഈ പ്രതിയെ പിടികൂടുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥർ കയറിയിരുന്നു. ആ പ്ലാൻ കൃത്യമായി വർക്കായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മാടായ ഭാഗത്തു നിന്നും പ്രതി ഇപ്പോൾ എന്തായാലും പിടികൂടാനായിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ ഒരുപക്ഷെ ഈ പ്രതി അതായത് കീഴടങ്ങുന്നതിനൊക്കെ ഒരു അവസരം ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇത്തരത്തിൽ കൃത്യമായി ഈ 4 വർഷത്തു നിന്നും ചുറ്റുവട്ടത്തു നിന്നൊക്കെ പോലീസ് കയറിയതുകൊണ്ട് തന്നെ പ്രതിക്ക് മറ്റെവിടേക്കും പോകാൻ കഴിയുന്നില്ല. അതായത് ഈ രാത്രിയിലായിരുന്നപ്പോൾ പോലും നാട്ടുകാരുടെ ഒക്കെ തന്നെ സഹായം, കാരണം നമുക്കറിയാം ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞിരുന്നു പോലീസിന് സമാന്തരമായി നാട്ടുകാരടക്കം ഈ പ്രതിയെ പിടികൂടുന്നതിനെ പോയിരുന്നു. കാരണം അവരുടെ കൂടി ആവശ്യമായിരുന്നു ഈ പ്രതിയെ എങ്ങനെയെങ്കിലും പിടികൂടുക എന്നുള്ളത്. കാരണം ഈ പ്രതി പുറത്തു നിൽക്കുന്ന അത്രയും സമയം നാട്ടുകാർക്കൊക്കെ തന്നെ നെഞ്ചിരിപ്പ് കൂട്ടുകയും അവരുടെയൊക്കെ ഒരു ടെൻഷൻ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ തീർച്ചയായും അവരുടെ കൂടി ആവശ്യമായിരുന്നു ഈ പ്രതിയെ പിടികൂടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെയൊക്കെ കൃത്യമായ ഒരു സഹകരണവും സഹായവും ഒക്കെ തന്നെ, അതായത് പോലീസുകാരെ സംബന്ധിച്ചോളം ഈ കാടിനുള്ളിൽ വശം അറിയില്ലായിരുന്നു, കാട് അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നാട്ടുകാരുടെ കൂടിയൊക്കെ ഒരു സഹായം ഉണ്ടായിരുന്നു ഈ പ്രതിയെ ഇത്തരത്തിൽ പിടികൂടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ ഇത്തരത്തിൽ പിടികൂടുന്ന നാട്ടുകാരുടെ വലിയ സഹായം ഉണ്ടായിരുന്നു. നാട്ടുകാരാണ് ഒരുപക്ഷെ ഈ പോലീസിനെ നയിച്ചതെന്ന് വേണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പല നാട്ടുകാരാണ് അവിടെ ഈ കാടിനെ കുറിച്ച് അറിയുന്ന, ആ മലയെ കുറിച്ച് അറിയുന്ന ആളുകളാണ് ഇത്തരത്തിൽ ഈ വലിയ സഹായം നൽകിയിരുന്നു. ആ ഒരു സഹായമൊക്കെ തന്നെ ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ ഈ മാടായി ഭാഗത്തു നിന്നും പ്രതിയെ പിടികൂടിയിരിക്കുന്നു. ഏറെ ആഹ്ലാദം നൽകുന്ന, അല്ലെങ്കിൽ നാട്ടുകാരെ സംബന്ധിച്ചോളം ഏറെ സന്തോഷം നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നിരിക്കുന്നത്. ഒരാളുടെ, അതായത് പ്രതി മരിച്ചിരുന്നു, അതായത് ആത്മഹത്യ ചെയ്തിരുന്നു എന്ന സംശയം വരെ പോലീസിനുണ്ടായിരുന്നു. കാരണം ഇയാളുടെ വീട്ടിൽ നിന്നും ഈ വിഷക്കുപ്പിയല്ല, പകുതി കാലിയ വിഷക്കുപ്പി കണ്ടെത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ ആത്മഹത്യ ചെയ്തിരുന്നു, ആ തരത്തിലേക്ക് ഇവരെ കാര്യങ്ങൾ പോയിരുന്നു. പക്ഷേ അത് കമ്മീഷൻ അടക്കം പറഞ്ഞു, ഈ മിസ്ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ തെറ്റായി ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള കുറെ തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ടെന്ന് അതിൽ ഉൾപ്പെടുന്നതായിരിക്കാം എന്നും ഉണ്ടായിരുന്നു. കാരണം ഈ പ്രതി ഇവരെയൊക്കെ തന്നെ ആശയക്കുഴപ്പത്തിലാക്കാനും ഈ സംഘത്തെ ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവിടെ വ്യക്തമാണോ സംശയം കമ്മീഷൻ ചെയ്താലും അത്തരത്തിൽ തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പ്രതിയെ ഇത്തരത്തിൽ ഈ പിടികൂടാനായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഒരുപാട് ആശങ്ക, ഈ പ്രതി ആത്മഹത്യ ചെയ്തിട്ടില്ല, പ്രതി അതിനുള്ളിൽ തന്നെയായിരുന്നു. അത് ആദ്യഘട്ടം മുതൽ കഴിഞ്ഞതാണ്. 2019 ഈ കൊലപാതകം നടത്തിയപ്പോഴും പ്രതി സമാനമായ രീതിയിൽ ഈ മലയ്ക്കുള്ളിലേക്ക് പോവുകയാണ് ഉണ്ടായത്. പിന്നീട് തന്ത്രപരമായി ഈ പ്രതിയെ താഴേക്ക് ഇറക്കിയൊക്കെയാണ് പിടികൂടുന്നത്. ഇത്തവണ പക്ഷെ അതൊന്നും നടക്കില്ല എന്ന് മനസ്സിലാകുണ്ടായിരിക്കും. ഈ തെർമൽ ഡ്രോൺ അടക്കം ഉപയോഗിച്ചുള്ളൊരു പരിശോധന, ഇത്തരത്തിൽ ഈ സെർച്ചിങ് ട്രാക്കിംഗ് ഡോഗുകളെ ഉപയോഗിച്ച് പരിശോധന നടത്തി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മരിച്ചിട്ടുണ്ടോ, ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ എന്ന സംശയ അടിസ്ഥാനത്തിലാണ് നാളെ ഈ കെഡാവർ ഡോഗുകളെ കൊണ്ടുവന്നത്. ശവശരീരങ്ങൾ മണത്ത് കണ്ടുപിടിക്കാൻ കഴിവുള്ള ഡോഗുകളുടെ സഹായത്തോടുകൂടി നാളെ ഒരു സെർച്ചൊക്കെ നടത്താൻ തീരുമാനിച്ചിരുന്ന അതിനിടയിലാണ് ഇയാൾ ഇവിടെ ഉണ്ട്, ഈ ഒരു ഭാഗത്തുണ്ട്, മാടായി ഭാഗത്തുണ്ട് എന്നൊരു വിവരം പോലീസിന് ലഭിക്കുന്നത്. അത് തന്നെയാണ് ഈ മാട്ടായി ഭാഗത്തു നിന്നും പ്രതിയെ എന്തായാലും ഈ ഉണ്ടെന്ന് മനസ്സിലായതോടെ തന്നെ രാത്രി തന്നെ വലിയ സന്നാഹത്തോടെ, നമുക്കറിയാം ഇത് രാവിലെ മുതൽ തന്നെ 100-ലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ പരിശോധിച്ചിരുന്നത്. അതിൽ ഈ ദ്രുതകർമ്മ സേനയെ പോലുള്ള സംഘങ്ങൾ, പ്രത്യേക പോലീസ് വിഭാഗങ്ങൾ അടക്കം ഈ രാവിലത്തെ പരിശോധനയ്ക്ക് ഇറങ്ങിയിരുന്നു. അത്തരത്തിൽ എല്ലാ സംഘങ്ങളും ഉപയോഗിച്ച് കൃത്യമായത് പ്രതിയെ എങ്ങനെയും പിടികൂടുക എന്നുള്ളത് തന്നെയായിരുന്നു രാവിലെ മുതൽ തന്നെ പോലീസിന്റെ ആവശ്യം. കാരണം ഒരു ചീത്തപ്പേര് പോലീസിനെ സംബന്ധിച്ചോളം ഇവിടെ നിലനിൽക്കുകയാണ്. കാരണം ഈ പ്രതിയെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ നിരീക്ഷിക്കുന്നതിൽ പോലീസിന് സംഭവിച്ച വീഴ്ച അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന ആക്ഷേപം കുടുംബത്തിനുമുണ്ട്, നാട്ടുകാർക്കും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടികൾ അടക്കമുള്ള എല്ലാവരും അത്തരത്തിൽ ആക്ഷേപം കൊണ്ടുവന്നിരുന്നു. ഒരു പരിധിവരെ അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. എന്നാലും അതിന്റെ ഭാഗമായി തന്നെയാണ് സ്ഥലം CI ആയിട്ടുള്ള ഈ സിംഹനെയൊക്കെ തന്നെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലൊക്കെ, മഹേന്ദ്ര സിംഹനെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലൊക്കെ പോയതും
ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച കാര്യങ്ങൾ അതൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി ബുദ്ധിപരമായ രീതിയിൽ ഈ അവസാന നിമിഷങ്ങളിൽ പോലീസ് മൂവ് ചെയ്തു എന്ന് കരുതണം അല്ലെ? കാരണം നമുക്കറിയാം നേരത്തെ തന്നെ തെരച്ചിൽ തുടങ്ങിയിരുന്നു. അവിടെ നിന്ന് ഏതാണ്ട് 9:30 ആയപ്പോഴത്തേക്കും പോലീസുകാരെല്ലാം പിൻവാങ്ങി. പലയിടത്തായിട്ട് 2 വീതം പോലീസുകാരൊക്കെ വിന്യസിച്ചു എന്നൊക്കെ നമ്മൾ അന്നേരം നന്ദഗോപാൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അഖിൽ. അപ്പം ഈ ഒളിച്ചിരുന്ന ചെന്താമര പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഇയാൾ വലയിലായി എന്നല്ലേ കരുതേണ്ടത്? ഇനിയിപ്പോൾ അയാളെ എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്? തന്നെ പറഞ്ഞതുപോലെ തന്നെ അതായത് കൃത്യമായ ഒരു പ്ലാൻ ഇതിനു മുമ്പിലുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ പ്രതി എങ്ങോട്ട് നീങ്ങുന്നു, പ്രതിയുടെ മൂവ്മെന്റ് ഒക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നത് തന്നെയാണ്. അയാളുടെ ഒരു സ്വാഭാവികമായ രീതി, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ചെയ്തതുപോലെ അയാൾ ഇത്തരത്തിൽ ഈ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് വരും എന്നൊരു പ്രതീക്ഷ പോലീസിനുണ്ടായിരുന്നു. എന്തായാലും കൃത്യമായി ഈ പ്രതി ഒരു സ്ഥലത്ത്, അതായത് തമ്പടിച്ചിരിക്കുന്നു, അതായത് പുറത്തേക്കൊക്കെ പോകാനുള്ള സാധ്യത കുറവാണെന്ന് പോലീസിന് കൃത്യമായൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് പല സ്ഥലത്തേക്കും ഈ അന്വേഷണം വ്യാപിച്ചത്, അതായത് എല്ലാ തരത്തിലുമുള്ള ഈ സ്ഥലങ്ങളിലേക്കും അന്വേഷണം വ്യാപിച്ചതിന് പിന്നിൽ തന്നെ പ്രതി എങ്ങനെയും കണ്ടെത്തുക, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ്, അല്ലെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ പോലീസ് കരുതുന്നത് ഈ വനത്തിനുള്ളിൽ തന്നെയാണ്, ഈ മലയിലേക്ക് തന്നെയാണ് കയറിയിരിക്കുന്നത് തന്നെയാണ്. പക്ഷേ മറ്റെന്തെങ്കിലുമൊക്കെ സാധ്യതകൾ ഉണ്ടെങ്കിൽ അതൊന്നും നഷ്ടമാവരുതെന്നതിന്റെ അടുത്ത് തന്നെയാണ് ഈ തിരുപ്പൂർ ഭാഗത്തേക്ക് അന്വേഷണം നടത്തിയതും അവസാനം കോഴിക്കോട് തിരുവമ്പാടിയിലേക്ക് അന്വേഷണം വ്യാപിച്ചതും ഒക്കെ തന്നെ ഇതിന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു പ്രതി വിസ്താവരുത് എന്നുള്ളതാണ്. അപ്പോൾ അതെന്തായാലും ഇനി ഒരുപക്ഷെ കിട്ടി ഉടൻ തന്നെ പ്രതിയെ എന്തായാലും. പക്ഷേ അഖില ഇവിടെയില്ല, ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്കാണ്, ഇപ്പം നെന്മാറ സ്റ്റേഷനിലേക്കാണ് എത്തുന്നതെങ്കിലും ഇനിയാണ് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി. കാരണം പോലീസിനൊപ്പം തെരച്ചിലിനൊക്കെ നാട്ടുകാരുണ്ടായിരുന്നു. പക്ഷെ പ്രതിയെ എത്തിക്കുമ്പോൾ നാട്ടുകാർ ഏത് രീതിയിലായിരിക്കും പെരുമാറുക എന്നുള്ളത് അറിയില്ല. കാരണം ആ 2 പെൺകുട്ടികളുടെ കണ്ണീര് 2 ദിവസമായിട്ട് നാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം പോലീസിനെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും നടപടികളിലേക്ക് കടക്കുക? ദിവ്യ സൂചിപ്പിച്ച പോലെ തന്നെ നാട്ടുകാർ വളരെയധികം വരേണ്ടായിരുന്നു. സ്വാഭാവികമായും പ്രതിയെ ഇവിടെ നിന്നും പിടികൂടി കൊണ്ടുപോകുന്ന എളുപ്പത്തിൽ, അതായത് ഒരുപക്ഷെ SP ഓഫീസിലേക്ക്, അതായത് സൂപ്രണ്ടിന്റെ ഓഫീസിലേക്കൊക്കെ തന്നെ പ്രതിയെ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ നിർത്തുന്ന അപ്പുറത്തേക്ക് സൂപ്രണ്ട് ഓഫീസിലേക്ക് ഒരു പ്രത്യേക സംഭവവികാസമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ നെന്മാറ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം പ്രതിയെ നേരെ SP ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി നടപടിയും മുന്നോട്ട് പോകാനുള്ള സാധ്യതയൊന്നും നമുക്ക് നിലവിൽ തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ ഏത് രീതിയിലേക്ക് നീക്കം ഇപ്പോൾ നമുക്ക് പക്ഷേ പ്രവചിക്കാൻ പോലും കഴിയാത്ത തരത്തിലൊരു നീക്കത്തിലേക്ക് പോലും പോലീസ് പോയി എന്ന് പറഞ്ഞാൽ നമുക്കത്, അതായത് നമ്മുടെ പ്രവചനത്തിന് അപ്പുറത്തേമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് നമ്മളിപ്പോൾ നെന്മാറ സ്റ്റേഷനിലേക്ക് പ്രതീക്ഷിക്കുമ്പോൾ ഒരു മറ്റ് നീക്കങ്ങളിലേക്ക് തന്നെ, അതായത് നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പ്രതിയെ കൊണ്ടുപോകണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. ഈ മജിസ്ട്രേറ്റ് നേരിട്ട് ഇവിടെ സ്റ്റേഷനിലേക്ക് എത്തിയോ അല്ലെങ്കിൽ മറ്റേ സ്ഥലത്തേക്ക് എത്തി അറസ്റ്റ് രേഖപ്പെടുത്തി അല്ലെങ്കിൽ റിമാൻഡും മറ്റു നടപടികളും